നമ്മൾ ആശ പുറത്തേക്ക് വരുവേ വേണ്ടും വേഗം ഒന്ന് നമ്മള് അതിനും കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ കണ്ടുപിടിച്ചാലും ഒന്നല്ലേ, നമ്മളൊന്നല്ലേ, അങ്ങനെയൊന്നും പറയാം. എന്നോട് പറയാം രാവിലെ പോവാ ഞാൻ നിൽക്കുന്ന പഞ്ഞീങ്ങാനാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേണ്ട, എല്ലാവരും എന്നെ തെറി വിളിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായും പറ്റാതെ പോയതും പറഞ്ഞുതരാം. അത് ആ കഥ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആ സമയത്ത് പറഞ്ഞുതരാം. നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയതും എച്ചൂട്ടിന്റെ പെട്ടെന്നുള്ള എച്ചൂട്ടിന്റെ ആ പെട്ടെന്നുള്ള വരവ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയതും പിന്നെ ഇവർക്കിപ്പോൾ നമ്മളെ കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതുമായ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. അതെന്താന്നുള്ളത് ഇനി എന്താന്നുള്ളത് പിന്നെ പറയാതെ പറഞ്ഞാൽ നമ്മളിപ്പം തന്നെ അത് തുടങ്ങും. അതുകൊണ്ട് ഇത് വേറൊരു ഇതൊന്നല്ല, നമ്മൾ കുറച്ച് സാധനം എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് എടുക്കാൻ എന്തുകൊണ്ടാണ് എന്നാന്നുള്ള ഉള്ളതല്ല. ആദ്യം എന്നാ സംഭവം എന്ന് പറയല്ലേ, അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. ഇത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ ആ നഴ്സിംഗ് ഡ്രസ്സ് ആ ഒരു ഒക്കെ അന്നേ നിർബന്ധമായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്തിടുമ്പോൾ ഏകദേശം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇടുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളിത് എന്തിനാ ഇത് ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യുന്നതിൽ അങ്ങനെ തോന്നണ്ട. ഇതെന്ന സംഭവം ഞാൻ ഇപ്പം മെയിനായിട്ട് ഞാനാ പറഞ്ഞത് നമുക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. കാരണം ഇത് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ സംഭവങ്ങൾ അതിൻ്റെ നടുക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എടുത്ത് വെക്കാത്തതിന്റെയും അങ്ങനെയുള്ള ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട്. കാരണം അത് എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. ഞാൻ കുറച്ച് നമ്മളെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് ഞാൻ എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. കാരണം നിങ്ങൾക്കത് ഇത് അത്യാവശ്യമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം വലിയൊരു അച്ഛൻ എന്നുള്ള രീതിയിൽ, അതായത് രണ്ട് വലിയച്ഛൻ ഒരു അല്ല ഇനി ശരിയാ, ഇനി വലിയച്ഛനും കൂടിയല്ലേ അല്ലേ, രണ്ട് പിള്ളേരെ, അതായത് ഒരു തരികിട സാബുവിൻ്റെയും മറ്റൊരു തരികിട സാബുവിൻ്റെയും പിതാവായും പിന്നെ ഒരു വല്യച്ഛനും എന്ന നിലയിൽ ഞാനത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്നാ സംഭവം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എന്തെല്ലാം എടുത്തു വെക്കണം, നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡ്രൈവറാ? ഓ അങ്ങനെ ഡെലിവറീൻ്റെ വ്ളോഗ് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളങ്ങനെ കുറേ സംഭവം ഇവൻ പറഞ്ഞ് കാട് കയറി ചളിയാക്കി. നമുക്ക് ബാഗ് പാക്ക് ചെയ്യാൻ പാടാ. ഓടോ ഇപ്പൊ തുടങ്ങാൻ പറഞ്ഞ ഞാനാരായി? ഇതിപ്പോ ഞാനാ പറഞ്ഞ ഇത് എടുക്കുന്നു. ഇവര് അങ്ങനത്തെ ഒന്നും ചിന്തയിൽ പക്ഷേ കാര്യമുണ്ട്. ബാഗ് പാക്ക് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഏകദേശം സെറ്റ് ആക്കി വെച്ച് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിന്. എന്തൊക്കെ മേടിക്കണം, എല്ലാം സെറ്റ് ആക്കി എന്തെല്ലാം വേണോ എന്നുള്ളതൊന്നും ഇവർക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഞാൻ കറക്റ്റായിട്ട് സാധനങ്ങളിൽ ഏകദേശം ഞാൻ ലിസ്റ്റ് മിഞ്ഞാൻ തന്നെ കൊടുത്തിന്. അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മള് ഇവര് ചിരിക്കുന്ന കേട്ടാ വിചാരിക്കും ഇതെല്ലാം കാളത്രം പറയുന്നതാണ്. നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് ഇല്ല കേട്ടാ, ഇത് ഉള്ളതാണ് കേട്ടാ. ഇരുന്നല്ല നീ ചിരിക്കുന്നതായിരിക്കും. ഞാൻ ഏതായാലും സാധനം കാണിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓരോ ഐറ്റംസിന്റെ പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരാന്ന്, ഇതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം എന്താന്നുള്ളത് എന്തായാലും ആർക്കും പഠിക്കാം. അപ്പൊ നമുക്ക് ഏതായാലും ബാഗ് പഠിക്കാനാ ഇല്ല വല്യച്ഛനാകുമ്പോ നമുക്ക് പഠിക്കാം ഇനി. അപ്പൊ ഏതായാലും നമുക്ക് ഇനി നേരെ അതിലേക്ക് കിടക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞേട്ടാ. ഞാൻ കുളിച്ച് അറിയില്ല. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, പിന്നെ വൈകുന്നേരം പിന്നെ നേരം തന്നെ എടുത്തേനു. എന്നെ കണ്ണാടി കാണുന്ന ഈ പിന്നെ കാണുന്നുണ്ട് അല്ലേ. സംഭവം നമ്മളപ്പോൾ ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സിമ്പിൾ കാര്യമല്ല. ഈ ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസും പറഞ്ഞു കൊടുക്കണേ നമുക്ക്. ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾക്ക് ബാഗ് വെക്കാനുള്ള സമയവും കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് നമ്മൾ സമാധാനത്തിലെല്ലാം പാക്ക് ചെയ്തിട്ട് അല്ലേ നല്ലൊരു പാക്കിങ്. അത് എച്ചൂട്ടൻ്റെ അല്ലേ? പക്ഷെ ഇവക്ക് ഒറ്റ തിരക്കാർക്ക് ഇന്ന് തന്നെ പ്രസവിക്കണം. അങ്ങനെ രാത്രിക്ക് ഇതിപ്പോ ആനപ്പുറത്ത് ഏരിയ പോലെയാണല്ലോ. ഇതിപ്പോ കിടക്കൊരു 3 കിടക്കുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട്. ഇതെല്ലാം പുറത്തേക്ക് മാറ്റേണ്ട കിടക്കുകയാണ്. അത് പിന്നെ അത് വീഡിയോ എടുത്തിട്ട് നേരെ ഇവിടെ തന്നെ വെച്ച്
അതുകൊണ്ട് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്താരും കിടക്കലൊന്നുമില്ല. ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കാളുണ്ടാവില്ല, താഴെ വീണിട്ട്. അപ്പം പറഞ്ഞു വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹാട കളി ഞാൻ ഒരാൾ നമ്മളെ വീട്ടിലെ തരികിട സാവു. പോട്ടെ റൈറ്റ്. നമ്മളെ കാര്യങ്ങൾ അല്ല വേറെ ഒന്നല്ല, ഇല്ല പറ നിങ്ങൾ. അപ്പം ബാഗ് നമ്മൾ എടുത്തു വെക്കലാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒരു ഇത് പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം അല്ല അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ എടുത്തു വെക്കാൻ, കുറച്ച് നേരത്തെ അല്ലേ കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്തു വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എടുത്തു വെക്കേണ്ടതുകൊണ്ട് ആദ്യം എടുത്തിട്ട് പുറത്ത് വെക്കുന്നു നമ്മള്. അല്ല എന്നിട്ട് ബാഗ് പാക്ക് ചെയ്യുന്ന കാണിക്കട്ടെ. അങ്ങനെ കൂട്ടത്തോടെ ഇട്ട് വെച്ചതാണ്. പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു എളുപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇപ്പം ഈ പണ്ടത്തെ പോലെയല്ല. പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനമായിട്ട് നമ്മൾ ടോട്ടലായിട്ട് മേടിക്കണം. എനിക്കറിയില്ല, അതായത് അല്ല കുട്ടിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാം ബാല്യകാലത്ത് അതായത് ഒരു തോർത്ത് അങ്ങനെ ഓരോന്നായിട്ട് മേടിച്ചിട്ട് അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാക്കണം. ഇപ്പൊ പിന്നെ ഇൻസ്റ്റയിൽ ഇഷ്ടംപോലെ പേജും കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് അല്ല ഇപ്പൊ തോർത്ത് ഒരു വിടൂല തന്നെ. ഇപ്പൊ പിന്നെ എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് മൊത്തം സാധനം നമുക്കൊരു ഫുൾ കിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, എല്ലാന്റെയും. അതുകൊണ്ട് നമുക്ക് ഫുൾ സെറ്റ് ഒന്ന് പ്രസവിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം അവര് തരും. ഇതെല്ലാം കേട്ടോ, ഇതെല്ലാം അങ്ങനെ ഒരു പേജിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വേറെ കൂടുതലായിട്ട് കുട്ടികളെ സാധനം സെപ്പറേറ്റ് അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അൻവീന്റെ സമയത്ത് നമുക്കായ ആവശ്യം വന്നിന് തോന്നുന്നു. അൻവീന്റെ സമയത്ത് നമ്മളെല്ലാം വാങ്ങിയില്ല. അന്ന് അത്ര അങ്ങ് ഇൻസ്റ്റയില് പേജുകൾ ഇല്ലേന്നും തോന്നുന്നു. പക്ഷെ എച്ചൂട്ടലിന്റെ സമയത്താകുമ്പോഴത്തേക്ക് നമുക്കെല്ലാം അങ്ങനെ ഇതേപോലെ പേജും കാര്യങ്ങളെന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിന്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ സമയമില്ലാത്ത സമയത്ത് ഓടിയിട്ടായാലും ഒരു ബാഗ് എടുത്ത് പോകേണ്ടിയേ വന്നിട്ടുള്ളൂ. പിന്നെ അമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടിയ യൂട്യൂബിൽ നിന്ന് അടക്കം ഓർഡർ ചെയ്ത് കിട്ടിയ കിറ്റെല്ലാം കൈമിലുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അമ്മ ഏടുന്ന പാവന്റെ അമ്മ അതാ ഈടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല അമ്മ അല്ല അമ്മ നിന്നെ ഏടിയാ പ്രസവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാണിപ്പ പ്രസവം ആ കാലത്ത് അങ്ങനെയല്ലേ, വീട്ടിൽ നിന്നല്ലല്ലോ ആശുപത്രി തന്നെയല്ലേ. എവിടുന്നേനു ശ്രീൻ ഡോക്ടറാ അന്ന്. ആ ശ്രീൻ ഡോക്ടറെ അടുത്ത് അന്ന് പ്രസവം ഉള്ളേനും തോന്നുന്നു ആ കാലഘട്ടത്തിൽ അല്ലേ. ഏകദേശം ഡെന്നീൻ്റെ അടുത്ത് നല്ലേനു. ഡെന്നീൻ്റെ അടുത്ത് ഇവേ രണ്ടാളും രണ്ട് ഹോസ്പിറ്റലിനാട്ടോ. ഞാൻ ശ്രീധരൻ ഡോക്ടറെ അടുത്ത് മോനെടുത്താ പ്രസവിച്ചേ മോനാശുപത്രി. അപ്പൊ ഇത്രയും നേരം പുരാണെല്ലാം കേട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിനി കറക്റ്റ് ആയിട്ടുള്ള പരിപാടിയിലേക്ക് പാക്കിങ്ങിലേക്ക്. ബാക്ക് പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ട എല്ലാ കംപ്ലീറ്റ് ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെക്കണം. ഒന്നും മറന്നു പറയാം കേട്ടോ. ആകെ ബക്കറ്റും പാട്ടയും മാത്രം എടുത്തു പോയ ഒരാളുണ്ട് ഇവിടെ. ബക്കറ്റും പാട്ട് ഇവനൊന്നും ഞാൻ പറഞ്ഞുതരാം. പുലർച്ചെ 4:30 പോയി നോക്കുമ്പോ ഇവക്കൊക്കെ പ്രസവിച്ചാൽ മതി. ഓക്കെ നീ പറയൂ. ഞാൻ ടെൻഷനിൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നിട്ട് നേരത്തെ ഞാൻ ബക്കറ്റും മറ്റേ പാട്ടുകളെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവെക്കുമ്പോ ബക്കറ്റും കപ്പും കേട്ടോ, പാട്ടാന്നെല്ലാം പറയുമ്പോ ബക്കറ്റും മഗ്ഗും വാങ്ങി കൊണ്ടുവെക്കുമ്പോ ഇവർ ചോദിക്കുക അതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇവിടെ വിചാരം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. പൊലച്ചക്ക് വീട്ടിൽ പോയി എടുത്തിട്ട് വന്ന ഇവർക്ക് അറിയുന്നത് വൈകിട്ടാണ്. അതായത് അപ്പൊ രാത്രി നമ്മള് ഒന്നുമല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഇവർക്ക് വേദന എടുത്തിട്ട് പോയതാണ്. ഒന്നും എടുത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓൾറെഡി റെഡിമെയ്ഡ് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടാൻ പറയണേ. പിന്നെ ഞാൻ അതിന്റെ ബാത്റൂമിന്റെ ഉള്ളിൽ ബക്കറ്റ് ആടെയുള്ള ഡെലിവറി റൂമിൽ കൊടുക്കണം എന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയെല്ലാം കൊടുക്കണം എന്നുള്ള കാര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ പ്രസവിക്കാൻ പോകുന്നവരും പ്രസവം ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ബക്കറ്റും മഗ്ഗെല്ലാം എല്ലാ ഹോസ്പിറ്റലിലും പോകണമെന്ന് അറിയില്ല. സ്ഥാനത്ത് നിന്നിട്ട് ഇവൻ പറഞ്ഞു തരുന്നത് ബക്കറ്റും മഗ്ഗും കൊണ്ടുപോകണം എന്നിട്ട്. അപ്പൊ അതന്ന് രാവിലെ അവര് പെട്ടെന്ന് പറയുന്നത് ഒരു ബക്കറ്റും മഗ്ഗും എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞ്. പിന്നെ തോർത്ത് വേണം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ നിന്നെടുക്കാം. ഇത് കുറച്ച് കൈമ കിട്ടിയത് ഭാര്യ എടുത്തിട്ടാ ഓടീനി. പക്ഷേ എനിക്ക് രാവിലെ
എന്നോട് പറയാം രാവിലെ പോവാ ഞാൻ നീക്കുന്ന പഞ്ഞീങ്ങാനാ. ചെറുങ്ങനെ ഉണ്ടായിട്ടില്ലേ, കിടക്കുന്നതിന് മുന്നേ ഉണ്ടായില്ലേ. പക്ഷെ പിന്നെ ചാമ്പ്യൻഷി സാറില എന്താ ഉറങ്ങിക്കോട്ടെന്നോ എന്തോ വിചാരിച്ചു കുറച്ചും കൂടി പഠിച്ചു. ഉറങ്ങിക്കോട്ട് നിന്ന് പ്രസവ വേദന എടുക്കുമ്പോ അനക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. രാത്രിക്ക് എനിക്ക് ചെറുങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടക്കുമ്പോ അത് എനിക്കറിയില്ല എങ്ങനെ വേദന ഇടുന്നാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് വേദന അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സാറില കുറച്ച് ഉറങ്ങാൻ പറ്റുമായിരിക്കും വിചാരിച്ചു. സംഗീതാട്ടിന് ഉറങ്ങിക്കോട്ട് ഞാൻ എന്റെ പ്രസവ വേദന സഹിച്ചു. എന്റെ അല്ല ഇത് രണ്ടാമത്തെ കാര്യല്ലേ പറയുന്നത്? രണ്ടാമത്തെ അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറയുന്നത്? എക്സ്പീരിയൻസ് ഓൾറെഡി ഇല്ലേ? ഇങ്ങനത്തെ വേദനയല്ലേ വേദന എടുക്കായിട്ട് ലാസ്റ്റ് നടത്തി ലാസ്റ്റ് അങ്ങനെയുണ്ടല്ലേ ഇനി അല്ല അന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ മരുന്ന് വെച്ച് വേദന വരാൻ വേണ്ടി. ഫസ്റ്റത്തെ എനിക്ക് വേദന വന്നിട്ടില്ല. വേദന വരാണ്ട് ഏച്ചൂട്ടൻ പക്ഷേല് തരികിട സാവുവേനു ഉള്ളുന്നേ ചവിട്ടും കുത്തലായിട്ട് നേരത്തെ കാലത്തെ വേദന എടുപ്പിച്ചു. അവിടുത്തെ പോയിന്റ് ചവിട്ടി കൂത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവല്ലേ? അങ്ങനെയല്ല. നിന്നോട് സാരമില്ലാണ് ഓന കുട്ടിത്തം മാറാത്തോണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് വെക്കേണ്ട കാര്യങ്ങള് എന്തെങ്കിലും കാര്യങ്ങളൊന്നുമല്ല. കുട്ടികളെ കുറച്ച് പിന്നെ ഡ്രസ്സ്, പാമ്പേഴ്സ്, വൈപ്പേഴ്സ്, ഇതെല്ലാം നമുക്ക് അങ്ങനെ ഇതിന്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം എനിക്ക് അങ്ങനെ പേജ് ഒന്നും കിട്ടിയല്ലേ. പറഞ്ഞു ഇത് ബക്കറ്റ്, ഇതിനകത്ത് കുട്ടീന്റെ വെക്ക, ഇതിനകത്ത് ഇത് പാമ്പേഴ്സ്, ഇത് ബനിയൻ, പിന്നെ കുറച്ച് പിന്നെ മുണ്ടും കാര്യങ്ങളും അതെല്ലാം പിന്നെ ഇവളെ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ച് ഇതെല്ലാം താഴെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കവറിട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പരം പോകുന്നവർക്ക് ഇപ്പഴത്തെ ബെഡ് കിടക്കാൻ ബെഡ്ഷീറ്റ് എന്തെങ്കിലും എടുക്കണോ? അടാ അതെങ്കിലും നീക്കൊന്ന് വാങ്ങി തന്നൂടേനടാ. പാവ ഇവളെയും കൂട്ടിട്ട് പോയിട്ട് ഞാൻ പോയിട്ട് വാങ്ങി ബെഡ്ഷീറ്റ് അടക്കം വാങ്ങിയിട്ട് ഞാൻ പോയിട്ട് വാങ്ങി. അടാ ഓക്കെ വലിയ ഡയലോഗ് മാത്രം എന്ന് വെച്ചാൽ ഞാൻ ഇവൻ കൂട്ടിട്ട് ഇവളെ പീടിയെല്ലാം കയറി ഇറങ്ങിയിട്ട് ബക്കറ്റും മഗ് അടക്കം നമ്മൾ പോയിട്ട് വാങ്ങി. എന്നാ പിന്നെ അങ്ങനെയല്ലേ എന്തെങ്കിലും ഞാൻ പോയിട്ട് വാങ്ങി. അണ്ടിപ്പരിപ്പ് കൊണ്ടുത്തന്ന് ബദാം കൊണ്ടുത്തന്ന് ബക്കറ്റും മഗ്ഗും നല്ലണേ വലിയ കാര്യമോ? കുട്ടീന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം കുങ്കുമപ്പൂ ഇതെല്ലാം ഞാനല്ലേ മേടിച്ചതിന്. നീ എന്താ കുറച്ച് ബിസ്ക്കറ്റാ? ഇതാണ് നമ്മളെ മെയിൻ സാധനം കേട്ടോ. ഇത് രണ്ടും ഒന്നന്നെയല്ല സാധനം. ഓ ഇത് മറ്റേ കിടക്കല്ലേ? ഇത് രണ്ട് ടൈപ്പ് സാധനമുണ്ട്. ഇത് അതന്നെ ആ സെയിം സാധനം. ഇതായത് ഇത് ഈ ഒരു ഐറ്റം ഇല്ലേ? ഇത് തന്നെയല്ലേ? ഇതും അതന്നെ. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് സാധനം അല്ലേ? ഈ സാധനം ഇത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സാധനം. ഇതും ഇത് കൊള്ളൂല്ലേ? രണ്ടും നല്ല സാധനം തന്നെ കേട്ടാ. ഇത് ബക്കറ്റും മഗ്ഗും നിങ്ങള് കറ്റ് കണ്ടിരിക്കണം. ബക്കറ്റ് ഏകദേശം ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ബക്കറ്റ് ഏകദേശം ഈ ഒരു ഇതുപോലത്തെ ഒരു ബക്കറ്റും എന്നാ ചെരുപ്പാ. എന്റെ അമ്മേ ഡോക്ടർക്കാ നീ ചെരുപ്പല്ലേ ഇട്ടിട്ടാ കിടക്കുക? ഹോസ്പിറ്റലിൽ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മള് ചെരുപ്പുണ്ട്. ഇങ്ങനത്തെ കിടക്കയാട്ടാ ഇത്? അതാണിപ്പ മനസ്സിലായേ. എല്ലാം നോക്കിയും കൊണ്ട് ഞാൻ വാങ്ങി സെറ്റാക്കി കൊടുത്തു എന്നെല്ലാം പറഞ്ഞ ആളിപ്പോ പറയാം അല്ല ഇത് ഇങ്ങനെയല്ലേ? അല്ലടാ ഇത് അങ്ങനെയല്ല പറഞ്ഞേ. ഇത് സംഭവം ഇതിന്റെ ഉള്ളിലേക്കാട്ടോ ഇതിന്റെ സിബ്. അതെയാ തലയിരിച്ചു പോയതാ. ഇത് ഇങ്ങനെ ഇത് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്കാ തുറക്കണ്ടേ? അല്ല കിടന്നിട്ട് ഈ കുട്ടി ഉള്ളിന്ന് സിബ് അടക്കണോ? ഇതിന്റെ സിബ് സംഭവം തലയിരിട്ടാണുള്ള ഇത് സംഭവം കണ്ട നിങ്ങൾ. ഈ ഒരു ഇത് നെറ്റെല്ലാം ഉള്ളതാണ് എന്നിട്ട് ഇത് പക്ഷെ ഇതിനകത്തൊരു വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് സിബ് അച്ഛന്മാരും അമ്മമാരും അല്ല കുട്ടി തന്നെ ഉള്ളിന്ന് അടക്കണം തോന്നുന്നു. കാരണം ഇത് കണ്ടേ നേരെ ഉള്ളിലുള്ള നേരെ ഇതാ ഇത് നമ്മൾ അടക്കണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഇങ്ങനെ ഇത്ര വരെ ആക്കിയിട്ട് ബാക്കി കുട്ടിയോട് വരെ ടൈറ്റ് ആക്കാം ഇങ്ങനെ. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ഇനി ഗുട്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ കാണുന്നവർ. എടാ പൊട്ട അതങ്ങനെയല്ലാന്ന് തന്നെ പറഞ്ഞോ കമന്റിൽ. ഈ മണ്ടൻ അത് തല തിരിച്ച് പിടിച്ച് ഉൾഭാഗം പുറത്തേക്കും പുറം ഭാഗം ഉള്ളിലേക്കും ആക്കിയിട്ട് തല കുത്തനെല്ലാക്കി വെച്ചിട്ടാണ് അതിന്റെ സിബ് ഇടാൻ നോക്കിയത്. എന്നിട്ട് പറയാ സിബ് ഉള്ളിലേക്കായി പോയി വെച്ച് അതിന്റെ ഉള്ളിൽ കുട്ടി തന്നെ ടൈറ്റ് ആക്കണം അങ്ങനെയുള്ള ഒരു സാധനം എന്നെല്ലാം പറഞ്ഞിട്ട് പാവ അത് തന്ന ഇവരെ പിന്നെ ഇതാക്കി പറഞ്ഞു. ഞാൻ ഒരിക്കലും അവരെ ഇതാക്കി പറഞ്ഞല്ല. എന്നിട്ടും കണ്ടുപിടിച്ചാരാ നീയാണോ ഞാനോ? നീ കണ്ടുപിടിച്ചത് ഞാൻ കണ്ടുപിടിച്ചാലും ഒന്നല്ലേ നമ്മളൊന്നല്ലേ? സംഭവം ഈ ഭാഗം ഉള്ളിലേക്കാണ്. ഈ തലാണിന്റെ കളറ് ഇത് ഉള്ളിലാണ്. അപ്പൊ ഇതിങ്ങനെ ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ സിബ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ നമുക്ക് നമ്മളൊരിക്കലും കുട്ടീനോട് നമ്മള് പൂട്ടാൻ പറയില്ല. നമുക്ക് തന്നെ പുറത്തുനിന്ന് തന്നെ പൂട്ടാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഈ സാധനം വരിക. ഇതെല്ലാം
ഇങ്ങനെയാണ് ഈ സാധനം. വെച്ചപ്പോ അതാ ഇവള് ആദ്യമേ എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ട് അന്നേരം നേരെ തിരിച്ചിട്ടാണ് ഇത് കറക്റ്റായി. ഇപ്പൊ കറക്റ്റായി കേട്ടാ. ഇനി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് വേഗം കയറ്റാം. ഇല്ല ഇത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇതേപോലെ തന്നെ പാവം കുട്ടീനെ തിരിച്ചു കിടത്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ വീഡിയോ എടുക്കുന്നതിന്റെ അടുത്ത ദിവസമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പോൾ എന്നാലും നമുക്ക് ഡേറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനാവില്ല. എന്നാലും ഏകദേശം നമുക്ക് അല്ലേ പറയാൻ പറ്റും. എന്നാലും നമ്മൾ ഇത് പരിപാടി മുൻപേ ഉള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത് കുറച്ച് നേരത്തെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. അതുകൊണ്ട് ബക്കറ്റും മഗ്ഗും മെയിനായിട്ട് വേണേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഒരുവിധം എല്ലാ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആശ പുറത്തേക്ക് വരുവേ വേണ്ടും വേഗമൊന്ന്. നമ്മൾ അതിനും കട്ട വെയിറ്റിംഗ് ആണ്. കറക്റ്റ് സമയം എടുത്തിട്ട് വന്നാൽ മതി. സമയത്ത് വന്ന് നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡേറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. ഇനി അധിക ദിവസമൊന്നും ഇല്ല. അങ്ങനെ 9 മാസം തുടങ്ങി ഇങ്ങനെ കുറച്ച് ദിവസമായി, ഒരാഴ്ചയായില്ലേ? ഒരാഴ്ചയായി. പിന്നെ ഇനിയത്തെ കാര്യം അങ്ങനെയാണല്ലോ, ഏതാനും ദിവസങ്ങൾ മാത്രമേ ഏകദേശം ഉള്ളൂ ഇനി. അപ്പോൾ ഏകദേശം നമ്മളും ആ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാന്ന് വെച്ച് വന്നതാണ്. പിന്നെ അറിയാലേ നമുക്കിതൊന്നും പറയണ്ട നിങ്ങളോട്. അങ്ങനെയുള്ളതായിട്ട് ഇങ്ങനെ വന്ന കാരണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എച്ചൂട്ടിൻ്റെ ഈ ടൈമിലുള്ള നമ്മുടെ അതിന് മുമ്പിടുന്ന വീഡിയോൻ്റെ അകത്ത് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോന് വേണ്ടി വെയിറ്റിംഗ് ആകുന്നുള്ള മറ്റേ അന്നത്തെ അതിലുണ്ടായിരുന്നു. അതിൽ പക്ഷേ അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിലും നമ്മൾ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവരെ കാര്യത്തിലായാലും വീഡിയോസ് നമ്മൾ അന്നിപ്പോൾ ഇട്ടത് ഒരു ടോട്ടൽ ഒരു 4-5 വീഡിയോസ് ഇപ്പോൾ ടോട്ടലായിട്ട് ഇട്ടിട്ടുണ്ടാകും. കാരണം ഒന്നാമത് നമ്മൾ കുറേ എന്തെല്ലോ തിരക്ക് കാര്യങ്ങളായിട്ട് പോയിട്ട് വീഡിയോസ് എല്ലാം ഇടൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. വ്ളോഗ് നമ്മൾ അത്രേ ഇടലുള്ളൂ. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇനി വീർപ്പിച്ച് പണ്ടാറടക്കി തരാം. കമന്റിൽ കുറെ ആള് ചോദിച്ചിട്ടുണ്ട് എത്ര മാസമായി, ഡേറ്റ് എത്രയായി എന്നല്ലോ. ഓരോരുത്തരോടായിട്ട് കമന്റ് ഡെയിലി അങ്ങനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറേ മെസ്സേജ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ടും നമ്മൾ ഇടവരുത്തുന്നില്ല. ഏകദേശം ഇനി ഈ വീഡിയോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ എന്തായാലും ഇടും. പിന്നെ ഇവന്റെ കുറെ ചളിയും അത് സഹിക്കേണ്ടി വരും. അതിന് വേറെ രക്ഷയൊന്നുമില്ല. നിങ്ങൾ പറയണം കേട്ടോ. ഇതിനുള്ള ഉത്തരം ഞാൻ പറയില്ല. ഞാൻ പിന്നെ മിണ്ടാണ്ട് നിൽക്കും. ഞാൻ ഉറപ്പാ പറയില്ല. എന്നാലും നിങ്ങൾ പറയും ഞാൻ മിണ്ടിക്കോട്ടൊക്കെ. നിങ്ങൾ പറയണം. അതിന്റെ മുകളിൽ ഹോസ്പിറ്റലിൽ നടക്കട്ടെ. ഹോസ്പിറ്റലിൽ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സാധനങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്നൊരു വീഡിയോ എടുത്ത് വെച്ചേ ഉള്ളൂ. ഏകദേശം നമ്മളിത് റെഡിയാക്കി ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ ആക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ്. വേറെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇനി ഇത് നിർത്തിക്കൂടെ അല്ലേ? പാക്കിംഗ് എല്ലാം ആയി കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണേ. അല്ലല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല 2-3 കാര്യങ്ങൾ ഇവ നോക്കിയും കണ്ടും വാങ്ങി തന്നതെല്ലാം കണ്ടല്ലോ നിങ്ങൾ. തിരിച്ചിട്ടിട്ട് സിബിടല് എന്നാ സാധനം പോലും അറിയില്ല. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവണം കാര്യങ്ങൾ. അത്രയുള്ളൂ. കുങ്കുമപ്പൂ അങ്ങന്ന് കൊണ്ടു കൊടുത്ത് ഇവന് ഇതുവരെ കൊടുത്തില്ല ആ സാധനം. പിസ്ത എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് പറയുന്ന വർത്തമാനം കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരോടും